സംസ്ഥാനത്ത് ആശങ്കയായ പകർച്ചവ്യാധി വ്യാപനം. ഇന്നലെ മാത്രം 10,561 പേർക്ക് പനി ബാധിച്ചു. 146 പേർക്ക് ഡെങ്കിപ്പനിയാണ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. സ്വാന്തന സാജു ഉണ്ട്. സ്വാന്തന, ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. മഴയുടെ ആശങ്ക പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു എന്ന് പറയാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെയാണോ ഈ ഒരു ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധിയുടെ ഒരു കാരണം? വരും ദിവസങ്ങളിലും ഇത് തുടരാനുള്ള സാധ്യതയുണ്ടോ സ്വാന്തന? ശ്രുതി, നമുക്കറിയാം ആരോഗ്യവകുപ്പ് വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നത്. പ്രത്യേകിച്ച് ഷിയാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലം തുടങ്ങിയതിനു ശേഷം പല ദിവസങ്ങളിലും പുറത്തുവന്ന കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം എല്ലാ ദിവസവും ഈ പകർച്ചപ്പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം 10,000-ന് മുകളിലായിരുന്നു. ഇപ്പോഴും ആ സ്ഥിതി മാറുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടും ഇതിങ്ങനെ മാറാതെ നിൽക്കുന്നത് വലിയ ആശങ്ക തന്നെ സംസ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഇന്നലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 10,561 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഈ പകർച്ചപ്പനിക്കൊപ്പം തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു പകർച്ചവ്യാധിയാണ് ഡെങ്കിപ്പനി. ഇന്നലെ 146 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ 146-ൽ 60 പേരുമുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ ഉയർന്ന മറ്റൊരു ആശങ്ക. അതുപോലെ തന്നെ ഷിഗല്ല വ്യാപനവും തുടരുകയാണ്. ഇന്നലെ 8 പേർക്ക് ഷിഗല്ല സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഈ മാസം മാത്രം ഷിഗല്ല ബാധിക്കുന്നത് 53 പേർക്ക് ഈ മാസം മാത്രം ഷിഗല്ല ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലിപ്പനിയും ഇന്നലെ 10 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പകർച്ചവ്യാധികൾ ഇങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോഴും മാറാതെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ടടക്കം വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പകർച്ചവ്യാധിയും കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ആരോഗ്യവകുപ്പും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഡ്രൈ ഡേ അടക്കം അതിപ്പോൾ സ്ഥാപനങ്ങളിലായാലും വീടുകളിലായാലും ഡ്രൈ ഡേ അടക്കം ആചരിക്കുന്ന ഒരു രീതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട മുന്നോട്ടേക്ക് പോകും. ജില്ലാ ഭരണകൂടങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി മുന്നോട്ടേക്ക് പോകും. വരും ദിവസങ്ങളിൽ ഈ കണക്കുകൾ അത് കുറഞ്ഞു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരോഗ്യവകുപ്പും എന്തായാലും പങ്കുവയ്ക്കുന്നത്. ശരി സാന്ദ്ര.